MLA ബോർഡ് മാറ്റിയില്ല. എം മുകേഷിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പരാതി. കൊല്ലത്തെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച MLA ബോർഡ് മാറ്റാതെ എം മുകേഷ്. MLA ആയിരുന്നപ്പോൾ ആനന്ദവല്ലീശ്വരത്തെ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡാണിത്. ബോർഡ് മാറ്റാത്തത് കുറ്റകരമായ നടപടിയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കളക്ടർക്കും കൊല്ലം SHOയ്ക്കും പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് പരാതി നൽകിയത്. ആനന്ദവല്ലീശ്വരത്തെ ഓഫീസിന് സമീപത്തെ ബോർഡ് മാറ്റിയില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ കേസെടുക്കണമെന്നുമാണ് ആവശ്യം. പുതിയ സാമാജികർ എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ മുൻ MLAമാരും മന്ത്രിമാരും കാറുകളിലെയും ഓഫീസുകളിലെയും അടക്കം ബോർഡുകൾ മാറ്റണമെന്നതാണ്. എന്നാൽ ഇത് കഴിഞ്ഞ തവണ എം മുകേഷ് MLA ആയിരുന്നപ്പോൾ സ്ഥാപിച്ച ബോർഡാണ് ഇപ്പോഴും മാറ്റാതെ ഇരിക്കുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ തവണ എം മുകേഷ് MLA ആയിരുന്നപ്പോൾ സ്ഥാപിച്ച ബോർഡാണ് ഇപ്പോഴും മാറ്റാതെ ഇരിക്കുന്നത്. കാലു മുതൽ തലവരെ ചതവ്. ഒരു നിമിഷം കൊണ്ട് അടിച്ചു കൊന്നതല്ല. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയെ സഹപാഠി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ബന്ധു. ക്രൂരമായ ആക്രമണത്തിനാണ് സവാരിയ ഇരയായതെന്നും ബന്ധു പറഞ്ഞു. സവാരിയയുടെ കാലു മുതൽ തലവരെ ചതവുണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പെൺകുട്ടിയുടെ ബന്ധു പറഞ്ഞു. ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയതല്ല. ദേഹത്ത് മുറിവില്ലാത്ത ഒരു ഭാഗം പോലുമില്ല. തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് അവർ പറഞ്ഞത്. വിശദമായ റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ 20 ദിവസം എടുക്കുമെന്നും ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. നടൻ വിനായകനെതിരെ മാവേലിക്കര പോലീസ് കേസെടുത്തു. സമൂഹ മാധ്യമത്തിലൂടെ അറുന്നൂറ്റിമംഗലം സ്വദേശിയെയും മകളെയും അപകീർത്തിപ്പെടുത്തുന്ന പരാതിയിൽ ചലച്ചിത്ര നടൻ വിനായകനെതിരെ മാവേലിക്കര പോലീസ് കേസെടുത്തു. മുംബൈയിൽ ജോലി ചെയ്യുന്ന തഴക്കര സ്വദേശിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. വിനായകനെതിരെ മോശം പരാമർശങ്ങൾ ഉൾപ്പെടുത്തി ആരോ സമൂഹ മാധ്യമത്തിലിട്ട പോസ്റ്റ് അറുന്നൂറ്റിമംഗലം സ്വദേശിയായ യുവാവ് വിനായകന് അയച്ചു കൊടുത്തിരുന്നു. വിനായകൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതോടെ നടന്റെ ആരാധകർ അറുന്നൂറ്റിമംഗലം സ്വദേശിക്കും മകൾക്കുമെതിരെ സൈബർ ആക്രമണം നടത്തിയെന്നാണ് കേസ്. ഇതേ തുടർന്ന് യുവാവ് പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. ആലപ്പുഴയിൽ വെച്ച് നടന്ന ബാലാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ പോലീസിന് കമ്മീഷൻ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതോടെയാണ് FIR ഇട്ടത്. അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി കുട്ടികളുടെ പഠനത്തെ ബാധിക്കരുത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സ്കൂൾ അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് കുട്ടികളുടെ പഠനത്തെ യാതൊരു കാരണവശാലും ബാധിക്കരുതെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവിട്ടു. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷണർക്കാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്കൂളുകളിൽ നിന്നും അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് വ്യാപകമായി നിയമിക്കുമ്പോൾ അത് സ്കൂളുകളിലെ ദൈനംദിന അക്കാദമിക് പ്രവർത്തനങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്നതായി കമ്മീഷൻ വിലയിരുത്തി. ഇത് കുട്ടികളുടെ മൗലികമായ വിദ്യാഭ്യാസ അവകാശം ലംഘിക്കപ്പെടുന്നതിന് തുല്യമാണെന്ന് കാണിച്ച് കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കപ്പെട്ട വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അനുമതി കിട്ടിയത് സൂത്രപ്പണികളിലൂടെയല്ല. വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച പിണറായി. വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീഴ്ച മറക്കാൻ ബോധപൂർവം വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പാരിസ്ഥിതിക അനുമതി ലഭിച്ചത് സൂത്രപ്പണിയിലൂടെയല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 2023 സുതാര്യമായാണ് പഠനം നടന്നത്. സംസ്ഥാനവും കേന്ദ്രവും അനുമതി നൽകിയത് എല്ലാ പഠനവും പൂർത്തീകരിച്ച ശേഷമാണ്. 2025 ഡിസംബർ 16 അനുമതി ലഭിച്ചതിനെതിരായ ഹർജികൾ ഹൈക്കോടതി തള്ളി. പിന്നീട് സുപ്രീം കോടതിയിലെത്തിയ അപ്പീലുകളിൽ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു. പാരിസ്ഥിതിക അനുമതി സമ്മർദ്ദം ചെലുത്തി വാങ്ങിയെന്ന ആരോപണം കോടതിയോടുള്ള അവഗണനയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ഉത്തരവിറക്കി സർക്കാർ. PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേട് ആരോപിച്ച് ലഭിച്ച പരാതികൾ സംബന്ധിച്ച് ആരോപണ വിധേയർക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായതിനാൽ വിജിലൻസ് ഡയറക്ടർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അനുമതിയെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണം. GSI നൽകിയ കടുത്ത അപകട മുന്നറിയിപ്പുകൾ നിർമ്മാണ കമ്പനി അവഗണിച്ചു. വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ അതീവ ഗുരുതരമായ സുരക്ഷാ മുന്നറിയിപ്പുകൾ നിർമ്മാണ ചുമതലയുള്ള ദിലീപ് ബിൽഡ്കോൺ അവഗണിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട ട്യൂബ് റോഡ് ടണൽ പദ്ധതിയുടെ നോർത്ത് പോർട്ടൽ പ്രദേശത്ത് സുരക്ഷാ ഭിത്തിയുടെ ഇടതുഭാഗത്ത് വിള്ളലുകൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. റോക്ക് നെയിലിംഗ് നടത്തേണ്ട സ്ഥാനത്ത്
സോയിൽ നെയിലിംഗ് നടത്തിയത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ GSI റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മതിയായ വെള്ളം വാർന്നു പോകാനുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ അഭാവവും മുന്നറിയിപ്പുകൾ അവഗണിച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒട്ടും കാര്യക്ഷമമല്ലെന്നും വിള്ളലുകൾ ആഴത്തിലേക്ക് വ്യാപിച്ച് മണ്ണൊലിപ്പിന് കാരണമാകുന്നുവെന്നും റിപ്പോർട്ടിൽ അടിവരയിടുന്നു. KSEBക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി. പുതിയ കരാറിന് അനുമതി തേടി. സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് 25 വർഷത്തേക്ക് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള കരാറിന് KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം തേടി. കുറഞ്ഞ യൂണിറ്റിന് 2.93 രൂപ എന്ന കുറഞ്ഞ നിരക്കിൽ 200 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജമാണ് ഈ കരാർ പ്രകാരം സംസ്ഥാനത്തിന് ലഭ്യമാവുക. വെൽസ്പൺ റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും സെഗി വാങ്ങുന്ന വൈദ്യുതി 7 പൈസ ട്രേഡിംഗ് മാർജിനിൽ ചേർത്താണ് കേരളത്തിന് നൽകുന്നത്. സൗരോർജ്ജ നിലയങ്ങളിൽ നിന്ന് പകൽ ലഭിക്കുന്ന ഈ വൈദ്യുതി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമായി വരുന്ന വൈകിട്ട് 6 മണി മുതൽ അർദ്ധരാത്രി വരെയുള്ള പീക്ക് സമയങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. കരാർ പ്രകാരം ആവശ്യമായ വൈദ്യുതി നൽകാതിരുന്നാൽ നിശ്ചിത നിരക്കിന്റെ 1.5 ഇരട്ടി പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. സംസ്ഥാന പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. സംസ്ഥാന ക്രൈംബ്രാഞ്ചിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ വ്യാപകമായ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കി. IG അജിത ബീഗത്തിന് നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തിന്റെ അധിക ചുമതല കൂടി നൽകി. ഇതിനൊപ്പം ക്രൈംബ്രാഞ്ച് കോഴിക്കോട് മേഖലയുടെ ചുമതല ഇനി മുതൽ അജിത ബീഗത്തിനായിരിക്കും. ക്രൈംബ്രാഞ്ച് തെക്കൻ മധ്യമേഖലയുടെ ചുമതല IG ശ്യാം സുന്ദറിന് നൽകാനും തീരുമാനമായിട്ടുണ്ട്. കേരളം ഏറെ ചർച്ച ചെയ്ത പ്രമാദമായ സുകുമാരക്കുറുപ്പ് കേസിന്റെ തുടരന്വേഷണ മേൽനോട്ട ചുമതലയും IG ശ്യാം സുന്ദറിന് തന്നെയാണ് കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അഴിച്ചുപണി. പുതിയ സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് മാറ്റം. ഭർത്താവ് കൊലപ്പെടുത്തിയെന്നറിയിച്ച ഭാര്യയുടെ ജീവൻ രക്ഷിച്ച് പോലീസ്. കോഴിക്കോട് വെള്ളയിലാണ് സംഭവം. ഭാര്യയെ താൻ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഭർത്താവ് വെള്ളയിൽ സ്വദേശി സക്കീർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയായിരുന്നു. പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ ഭാര്യയ്ക്ക് ജീവനുണ്ടായിരുന്നു. ഉടൻ അവരെ പോലീസ് ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ചു. കഴുത്തു ഞെരിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഭർത്താവിന്റെ മൊഴി. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു.